ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2011 അറബ് വസന്തത്തിൻ്റെ തുടർച്ചയായി ഈജിപ്റ്റ്, ടുണീഷ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഏകാധിപതികളുടെ ഭരണം വീഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ നാലാമതായി സിറിയയിലെ അസദിൻ്റെ ഭരണകൂടവും നിലംപതിച്ചിരിക്കുകയാണ്. അസദിനെ സംബന്ധിച്ച് 24 കൊല്ലം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സുഖമായി ജീവിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയിൽ അദ്ദേഹം കാര്യമായി ദുഃഖിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. 54 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അസദ് കുടുംബം മാത്രമാണ് സിറിയ ഭരിച്ചുകൊണ്ടിരുന്നത്, അതും ഏകാധിപതികളായിട്ട്. വിമതരെല്ലാം അടിച്ചമർത്തി രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയും വിദേശത്തേക്ക് നാട് കടത്തിയും അല്ലെങ്കിൽ അഭയാർത്ഥികളായി പോകാൻ അവരെ നിർബന്ധിതരാക്കിയും ഭരിക്കുകയായിരുന്നു ഈ അസദും സംഘവും. ഇപ്പോൾ അസദിനും ആ ഒരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അയാളും ഇപ്പോൾ പ്രവാസിയായിരിക്കുകയാണ്, സ്വന്തം നാട് വിട്ട് ഓടേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. സിറിയയുടെ ഭരണം അബു മുഹമ്മദ് അൽ ജൗലാനി എന്ന ഒരു കട്ട അൽ ഖായിദക്കാരൻ്റെ കയ്യിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ജൗലാനി IS-ഉം അൽ ഖായിദയുമായി ചേർന്നുകൊണ്ട് ഇറാഖിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ അൽ ഖായിദയുടെ ആഗോള ജിഹാദ് എന്ന ആശയം മുസ്ലിങ്ങളെ ലോകത്തെ ഒറ്റപ്പെടുത്താനും അത് വെറുപ്പുണ്ടാക്കാനും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും തന്നെ കാരണമാകുന്നു എന്നൊരു ബോധം ഈ ജൗലാനിക്കുണ്ടായപ്പോൾ അയാൾ പതുക്കെ അതിൽ നിന്ന് തെന്നുകയാണ് ചെയ്തത്. ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ അൽ ഖായിദയുടെ ഓരോ നേതാക്കളെയും ആവശ്യം കഴിഞ്ഞപ്പോൾ അമേരിക്ക തട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കിയതാണ് ഈ IS-ഉം അൽ ഖായിദയും ഒക്കെ. അവരുടെ ആവശ്യം ഇറാഖിൽ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി തട്ടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അൽ ഖായിദയ്ക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട വലിയ നേതാക്കന്മാരൊന്നുമില്ല. ഈ അൽ ജൗലാനിക്ക് ആ ഒരു ചിന്ത ഉണ്ടായപ്പോൾ അയാൾ പതുക്കെ സിറിയയിലേക്ക് തടിതപ്പുക ചെയ്തത്. അവിടെ സുന്നി വിമതരുടെ തലവനായി എത്തപ്പെട്ടു. ശേഷം അയാൾ സിറിയയിലെ അസദിൻ്റെ ഭരണകൂടവുമായി വിമത സൈന്യത്തിൻ്റെ നേതൃത്വസ്ഥാനത്ത് നിന്ന് ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അൽ ജൗഹരി അതിനു മുമ്പ് കൊന്നതും കൊല്ലിച്ചതുമായ സകല കാര്യങ്ങളും തേച്ചു മായ്ച്ചു കഴിഞ്ഞ് പുതിയൊരു മനുഷ്യനായാണ് സിറിയയിൽ അവതരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ സിറിയൻ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വാഴ്ത്തുകയാണ്. എന്നാൽ അതൊക്കെ ഇപ്പം മാറും, അടുത്ത ദിവസങ്ങളിൽ തന്നെ മാറും. കാരണം അയാളുടെ ഉള്ളിൽ ഒരു കട്ട അൽ ഖായിദക്കാരനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എപ്പോഴായാലും പുറത്തേക്ക് ചാടും. അവർ കൊല്ലുകയും തലവെട്ടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. തന്നെയുമല്ല, അവർക്ക് സിറിയയിൽ ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തണം എന്നൊരു ആഗ്രഹവും ഉള്ളിലുണ്ട്. അവരുടെ ലക്ഷ്യം അതുതന്നെയാണ്. സിറിയ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിക്കുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെ പെട്ടെന്ന് ഒരു ഇസ്ലാമികവൽക്കരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനങ്ങൾക്കത് വളരെയധികം വിഷമമുണ്ടാക്കും, അവരിൽ നിന്ന് എതിർപ്പുണ്ടാകും. അതോടുകൂടി ഈ അൽ ജൗലാനിക്കെതിരായും വിമത സൈന്യം ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഈ സിറിയയിൽ അബു മുഹമ്മദ് അൽ ജൗലാനി ഭരണമേൽക്കുമ്പോൾ കരയുന്ന മറ്റൊരാളുണ്ട്. അത് ഇസ്രായേലിലെ നെതന്യാഹു ആണ്. കാര്യം ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് ഈ അസദിനെ പുറത്താക്കാൻ വേണ്ടി ഈ ജൗലാനിയുടെ സംഘത്തെ സഹായിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് വഴിയൊരുക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിപ്പോൾ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിരിക്കുകയാണ്. അതിന് കാരണം ഈ അൽ ജൗലാനിയുടെ ജന്മസ്ഥലം ഗോലാൻ കുന്നുകളാണ്. അയാൾ അവിടുന്ന് കുടിയിറക്കപ്പെട്ട ഒരാളാണ്. ഗോലാൻ കുന്നുകൾ 64-ൽ ഇസ്രായേൽ സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശമാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ കുടിയിറക്കി വിട്ടു. അതിൽപ്പെട്ട ഒരാളാണ് ഈ ജൗലാനിയുടെ കുടുംബവും. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ പകയുണ്ടാവും, സ്വന്തം ജന്മസ്ഥലം പിടിച്ചെടുക്കാനുള്ള ആഗ്രഹവും മനസ്സിലുണ്ടാവും. അവർ ഈ പിടിച്ചെടുത്ത സ്ഥലത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അതുകൊണ്ടാണ് നെതന്യാഹു കരയും എന്ന് പറഞ്ഞത്. ഈ കര കൊണ്ട് വേറൊരു കരയിൽ എത്തുമോ എന്നറിയാൻ വേണ്ടി ഇന്നലെ നെതന്യാഹുവും മന്ത്രിസഭാ അംഗങ്ങൾ കൂടി ഒരു സഭ കൂടി. അതിലെ പ്രധാന വിഷയം ഇനി സിറിയ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. സിറിയ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു രാജ്യമായിട്ട് നെതന്യാഹു വിശ്വസിക്കുന്നില്ല, അമേരിക്കയും വിശ്വസിക്കുന്നില്ല. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമായി മാറില്ല ഈ ജൗലാനി സംഘവും. അത് ഇറാനും റഷ്യയും പറയുന്നതനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകൂ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ വീണ്ടും പഴയതിനേക്കാൾ കൂടുതലായി തന്നെ
റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ആയുധങ്ങൾ എത്താൻ വളരെ സാധ്യത കൂടുതലാണ്. അതും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം 64 മുതൽ സ്വന്തം സ്ഥലം പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ അങ്ങോട്ട് ചുമ്മാ വിട്ടുകൊടുക്കുകയൊന്നുമില്ലല്ലോ. ഇവരിത് ആവശ്യപ്പെടുകയും ചെയ്യും. അതിനർത്ഥം ഇസ്രായേലിന് ഹമാസും ഹൂത്തികളും ഇറാനും ഹിസ്ബുള്ളയും ഒന്നും പോരാതെ ഇസ്രായേലിന് മറ്റൊരു ശത്രുവും കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഇറാനും ഇറാഖും എല്ലാവരും ഉണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും അതിനേക്കാൾ ശക്തരായ ഒരു ടീം കൂടെ വന്നു ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഈ വിഷയം വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്കയെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അബു മുഹമ്മദ് അൽ ജലാനി എന്ന് പറയുന്നത് പക്ക എക്സ്പ്ലോസീവ് ടീം തന്നെയാണ്. യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. അതുകൂടാതെ അവർക്ക് ഒരുപാട് ആയുധങ്ങൾ ഇപ്പോൾ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട്. സിറിയയുടെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടിയല്ലോ. അല്ലാതെ തന്നെ അവരുടെ കയ്യിൽ മറ്റ് ഇസ്രായേലും അമേരിക്കയും കൊടുത്ത ആയുധങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അത് അനേകമുണ്ടായിരുന്നു. ഇപ്പോൾ സിറിയയുടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആയുധശക്തിയിൽ ഒരു ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഇസ്രായേലിലേക്കാണ് പോകാൻ പോകുന്നത്. ഇസ്രായേൽ ഒരിക്കലും അറബികളുടെ സൗഹൃദ രാഷ്ട്രമല്ലല്ലോ. കാരണം ഇസ്രായേലിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് വിഷയം കേട്ടോ. അവർക്ക് സൗഹാർദ്ദമൊന്നും ആവശ്യമില്ല. അറബികളായ സൗഹാർദ്ദത്തിൽ പോയി അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അവർക്ക് ആഗ്രഹമില്ല. ജനങ്ങൾ നല്ല ആൾക്കാരാണ്, നല്ല ജനങ്ങളാണ് ഇസ്രായേലികൾ. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അറബികൾക്ക് അത്ര അനുകൂലമായ ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ അവരെന്നും പ്രശ്നങ്ങളിലാണ്. വിശാല ഇസ്രായേൽ എന്നൊരു ആശയമാണ് ഇസ്രായേലിൻ്റെ ഓരോ ഭരണാധികാരികളുടെയും മുന്നിലുള്ളത്. അവർക്ക് രാജ്യം വലുതാക്കണം. അതിനുവേണ്ടി അവർക്ക് പിടിച്ചെടുക്കാൻ തൊട്ടപ്പുറത്തെ അറബ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈജിപ്തിൻ്റെ ആയാലും സിറിയയുടെ ആയാലും ലെബനൻ്റെ ഏത് രാജ്യത്തിൻ്റെയും പിടിച്ചെടുക്കുന്ന അതാണ്. വേറെ രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലം ചുമ്മാ പിടിച്ചെടുക്കാൻ പോകുമ്പോൾ ഏറ്റുമുട്ടൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടിയാണ് ഇസ്രായേൽ എക്കാലവും ആയുധങ്ങൾ സംഭരിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം മുഴുവൻ യുദ്ധം ചെയ്ത് തന്നെ തീരുകയാണ്. അതുകൂടാതെ ഇറാനും ഇപ്പോൾ സിറിയയിലെ പുതിയ ഭരണ നേതൃത്വം തമ്മിൽ കൂട്ടുകൂടുന്നുണ്ടോ, ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇനി ഇറാനിലും സിറിയയിലുള്ള സകല മരത്തിൻ്റെയും പിന്നിൽ ഈ മൊസാദ് ഒളിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് അടുത്ത ദിവസം കാണാൻ കഴിയും. കാരണം ചാരപ്രവർത്തനം ഇനി എന്താ സംഭവം നടക്കുന്നവർക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ സകല മരത്തിൻ്റെയും പിന്നിൽ ഒളിച്ചിരുന്നിട്ട് രഹസ്യം ചെയ്യാൻ നോക്കും. ഇനി സിറിയയും ഇറാനും ഒക്കെ കഞ്ഞി കുടിക്കുമ്പോഴും കക്കൂസി പോകുമ്പോഴും അവിടെ ചാരനുണ്ടോ മൊസാദുണ്ടോ എന്ന് നോക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത്. എന്നാൽ ഇസ്രായേലിൽ ഇവരുടെ നീക്കങ്ങൾ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കാരണം ഇന്നലെ കൊണ്ട് കയറിയതല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച എന്താ സംഭവിക്കുന്നതെന്ന് പിടികിട്ടിയിട്ടില്ല. അതിപ്പോൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ചാരപ്രവർത്തനം കാര്യമായ രീതിയിൽ നടത്തണം. അതുകൂടാതെ ഈ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇറാനും കാശ് മുടക്കണം. അവരും നിയോഗിക്കണം ഇത്തരം ഈ അന്വേഷകരെ. കാരണം ആരെങ്കിലും രാജ്യത്ത് കടന്നു കയറി ചാരപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. മൊത്തത്തിൽ കാശുകളായി കച്ചവടം. അതിലും വേഗം അസദ് തന്നെ അവിടെ നിൽക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം ഇസ്രായേൽ അത് ഓർക്കുന്നുണ്ടാവുക. അസദിന് വെറുതെ നിർത്തിയാതായിരുന്നു. ഇതിനേക്കാൾ വലിയ ശല്യവന്മാർ വന്നു കഴിഞ്ഞാൽ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയോടും ഹൂത്തികളോടും എല്ലാം ഏറ്റുമുട്ടി കൊച്ചു മിച്ചാത്തി വരെ തീർന്നിരിക്കുകയാണ്. ആ അവസ്ഥയിൽ ഇനി സിറിയയായിട്ട് മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ഇസ്രായേലിലിപ്പോൾ. അവരിന്നലെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് കേട്ടു സിറിയയെ. അതിപ്പം തുടക്കമായല്ലോ. അതുകൊണ്ട് വീണ്ടും ആ ഒരു യുദ്ധമായിരിക്കും വരുന്ന ദിവസം നമുക്ക് കേൾക്കാൻ പോകുന്നത്. സിറിയയുമായി ഇസ്രായേൽ യുദ്ധം നല്ല വാർത്തയായിരിക്കും ഇത്. അഥവാ ഇനി തിരിച്ച് സിറിയ ഇസ്രായേലിനെ ആക്രമിച്ചാൽ കാര്യമായ ആയുധങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പഴയ പോലെ ലെബനോനെ ആക്രമിച്ചതുപോലെ അതിശക്തമായ ആക്രമണം നടത്താനുള്ള കെൽപ്പൊന്നും ഇനി ഇസ്രായേലില്ല. അതുകൊണ്ട് തന്നെ നാണമില്ലേ സിറിയയെ ഞങ്ങളെ ആക്രമിക്കാൻ എന്ന് ചോദിക്കുകയേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.